കുട്ടിയുടെ വ്യക്തിത്വം ഫോം ചെയ്യപ്പെട്ടി വരേണ്ടിയിരിക്കുന്ന ആ പീരീഡിലെല്ലാം അതിനെ അലങ്കോലപ്പെടുത്തുന്ന ഏത് തരത്തിലുള്ള വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ നോട്ടം കൊണ്ടോ നോക്കാതിരുന്നത് കൊണ്ടോ എന്ന് വെച്ചാൽ കൊടുക്കേണ്ട അറ്റൻഷൻ കൊടുക്കാതിരുന്നുകൊണ്ടോ ഒക്കെ സംഭവിക്കപ്പെടുന്ന എന്തും കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കും. പിന്നീട് കടന്നു വരുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഈ ബാല്യകാലത്തിൻ്റെ ദുരനുഭവങ്ങളും ഒക്കെയാണ് ഇവരെ വേട്ടയാടുക. അത് തീർച്ചയായിട്ടും പഠിക്കേണ്ട വിഷയമാണ്. ലോകമെങ്ങും പഠനങ്ങൾ നടക്കുന്നുണ്ട്. മാതാപിതാക്കൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടതെന്ന് പഠിക്കുക എന്നുള്ളത് പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടാത്തത് ഇതിൻ്റെ ഒരു ദുരന്തം അതിനകത്തുണ്ട്. അത്തരത്തിലുള്ള പുതിയ പഠന രീതികളോ അതിനോടുള്ള താല്പര്യമോ മാതാപിതാക്കളിൽ വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം കുട്ടി ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിനെ വളർത്തിയെടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അവർക്ക് തന്നെയാണ്. ഇത്തരത്തിൽ സങ്കീർണമായിട്ടുള്ള ബാല്യകാല അനുഭവങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾ വലുതാവുന്ന സമയത്ത് പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. അതുപോലത്തെ ഒരു പ്രശ്നമാണ് ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ? ഇതെവിടെയൊക്കെയോ സോഷ്യൽ മീഡിയ കണ്ടന്റൊക്കെ വായിച്ചിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടല്ലേ. മിക്കവാറും ഇത് പലരും ഒരു റീലാക്കാനൊക്കെ ശ്രമിക്കുന്ന സംഭവമാണ്. സത്യത്തിൽ അതിൽ തെറ്റ് പറയാനില്ല. കാരണം നമുക്ക് അച്ഛനെയും അമ്മയും പ്രോപ്പറായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരെൻ്റെ കൂടെ ഇല്ല എന്നുള്ളൊരു ചിന്തയിൽ, അല്ല എനിക്ക് ചുറ്റും ആരും ഇല്ല എന്നുള്ള തോന്നലിലൂടെ വളർന്നു വരുന്ന കുട്ടിക്ക് വലുതാകുമ്പോഴും അവർ റിലേഷൻഷിപ്പിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഒരു സൗഹൃദങ്ങളിലേക്ക് വന്നാലും പൂർണ്ണമായിട്ട് ആ ട്രസ്റ്റിലേക്ക് വരാൻ പറ്റില്ല. ഈ ട്രസ്റ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ അവരുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു പ്രോബ്ലം വരും. ഇത് കൂടാതെ തന്നെ ഒരു ഭയം അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഈ കുട്ടിക്കാലത്തെ പല പല പ്രശ്നങ്ങളോട് കടന്നു വന്നവരുടെ ഉള്ളിൽ ഈ ഭയം അതൊരു സ്ട്രോങ് ആയിട്ടുള്ള വികാരമായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും. അതുപോലെ തന്നെ ഉത്കണ്ഠ അല്ലെങ്കിൽ ആധി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു എല്ലാവരും കൈയൊഴിഞ്ഞതുപോലെ ഇയാളും എന്നെയും കൈയൊഴിയോ എന്നുള്ളൊരു ഭയം. അത് എനിക്ക് ഏറ്റവും തരേണ്ടവർ എനിക്ക് തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ അല്ലാത്ത ചില ആളുകൾ അങ്ങനെ വരുമ്പോൾ മുമ്പോട്ട് പോകുമ്പോഴും അതെനിക്ക് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് ട്രസ്റ്റ് ഇഷ്യൂസിലൊക്കെ വരിക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയും. അതായത് എനിക്കൊരു വിലയില്ല, എനിക്ക് യാതൊരു വാല്യൂ ഇല്ല എന്ന് ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര കഴിവുണ്ടെങ്കിലും അതിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഒരു ചെറിയ റിജക്ഷനിൽ തന്നെ താഴ്ത്തു വരും. ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിൽപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു വരുന്ന കുട്ടികൾ ഹൈപ്പർ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ കൊച്ചുകാരി തൊട്ടാവാടി സ്വഭാവം, പെട്ടെന്ന് പടങ്ങും. അല്ലെങ്കിൽ അവർക്ക് എത്ര നല്ല രീതിയിലുള്ള ബന്ധം ഉണ്ടെങ്കിൽ പോലും അത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് ഫീൽ ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഒക്കെ വരാം. വാലിഡേഷൻ തേടിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ എന്നുള്ള തരത്തിലേക്കൊക്കെ ആയിട്ട് ഈ ഫീലിങ്ങുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പല ബന്ധങ്ങളിലും ഇത് ഈ ഒരു പ്രശ്നമായിട്ട് വരുന്നത് പോലും സത്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്, ഈ ബാല്യകാലത്തെ പല അനുഭവങ്ങളുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലില്ലെങ്കിൽ ആ പാർട്ട്ണർക്ക് എങ്ങനെയായിരിക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കുക? കുട്ടിക്കാലത്തെക്കുറിച്ച് തുറന്നു പറച്ചിലുകൾ തീർച്ചയായിട്ടും ഇവരുടെ സൗഹൃദങ്ങളിൽ വരികയും ആ തുറന്നു പറച്ചിലുണ്ട് എന്നതുകൊണ്ട് മാത്രം അതാവുന്നില്ല, അതിന് ഹീലിംഗ് വേണം. ഇത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടാനായിട്ട് നമ്മൾ തുറന്നു പറച്ചിൽ അതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും ഹീലിങ്ങുകൾ സംഭവിച്ചില്ലെങ്കിൽ ഇത് ഐസ് കട്ട പെയിൻ്റ് അടിക്കുന്നതിന് തുല്യമായി പോകും. കാരണം എന്താണ്, പറയുന്നു ആ ആൾ പറഞ്ഞപ്പോൾ ഓക്കെ ഇയാൾക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട്, എന്നാൽ ഇതിനനുസരിച്ച് ഞാൻ മൂവ് ചെയ്തേക്കാം. ഈ മിക്കവാറും ഈ പറച്ചിലുകാർ ഇവരെ ഏത് ബന്ധങ്ങളിൽ ചെന്നാലും ഇത് ഭയങ്കര കഥ പറച്ചിലാണ്. എനിക്ക് വളരെ ദുരന്തം പിടിച്ചൊരു ബാല്യമായിരുന്നു, അല്ല എൻ്റെ കൗമാരം ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇതൊരു സഹതാപം പിടിച്ചു പറ്റലിൻ്റെ ഒരു ട്രിക്കായിട്ട് പോലും അറിയാതെ പോകും. പക്ഷേ അവർ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രൊഫഷണൽ സർവീസിൽ സൈക്കോളജിക്കൽ സിസ്റ്റത്തിലൂടെ കൗൺസിലിങ്ങിലൂടെ തന്നെ നമ്മുടെ ചില വേദനകളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണം എന്ന് പറയുക. ഇവരുടെ ബന്ധങ്ങൾ തീർച്ചയായിട്ടും പങ്കുവെക്കരുതെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ പങ്കുവെച്ച് എല്ലാം ഓക്കെയാണ്, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞതുകൊണ്ട് ഇതാവുന്നില്ല. കാരണം ശരിയാക്കേണ്ടതുപോലെ ശരിയാകുമ്പോഴാണ് ശരിയാകേണ്ടത് ശരിയാവുന്നത്. ബാല്യത്തിലുണ്ടായിട്ടുള്ള ആഴമുള്ള മുറിവുകൾ മാനസികാരോഗ്യ ചികിത്സയിലൂടെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുമോ? നമുക്ക് മാനസികാരോഗ്യ ചികിത്സയിലൂടെ മാറ്റാൻ പറ്റാത്ത മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് വേണേൽ പറയാം. ചിലതിന് മരുന്ന് വേണ്ടി വരുന്ന തലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മാനസികാരോഗ്യ മേഖല എന്ന് പറയപ്പെടുന്ന എന്താണ്, മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രോപ്പറായ രീതിയിലേക്ക് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയൊക്കെ എടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ആ പ്രശ്നങ്ങളെ മാറ്റാനായിട്ട് പറ്റുന്നതാണ് മനഃശാസ്ത്ര തലത്തിലേക്ക്. ഹീലിംഗ് എന്താണ്, ആർട്ട് ഓഫ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി. കലാപരമായിട്ടാണെങ്കിൽ അങ്ങനെ പറയാം. ആർട്ട് ഓഫ് ഹീലിംഗ് എന്ന് പറയപ്പെടുമ്പോൾ അതിന് മനസ്സിൻ്റെ ഹീലിംഗ് സാധ്യമാണ്. അത് പക്ഷേ നമ്മൾ സ്വമേധയെ അങ്ങ് പൊക്കോളൂ എന്ന് വിചാരിക്കപ്പെടുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഓക്കെ ആകുമായിരിക്കും. എങ്കിൽ പോലും ആഴത്തിലേറ്റ മുറിവുകൾക്ക് കൃത്യമായ വിദഗ്ധമായിട്ടുള്ള പരിചരണം മനസ്സിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മനഃശാസ്ത്ര കേന്ദ്രങ്ങൾ എന്ന് നോക്കി എത്രയധികം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് മനഃശാസ്ത്ര മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുടെ ആളുകളുടെ തിരിച്ചറിവ് കൂടിയാണ്. ഓക്കെ, എനിക്ക് എൻ്റെ ബാല്യകാലങ്ങളിൽ എനിക്ക് ചില വേദനകൾ കിടപ്പുണ്ട്, ഇതുമായിട്ട് ഞാൻ മുമ്പോട്ട് പോയാൽ എൻ്റെ ജീവിതം സെറ്റാവില്ല, എൻ്റെ വ്യക്തിത്വത്തിന് കുറച്ചുകൂടി ഉറപ്പ് ആവശ്യമുണ്ട്.
ഞാനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതായിരിക്കണം ജീവിതത്തെ മെച്ചപ്പെടുത്താൻ നല്ലത്. അല്ലെങ്കിൽ ഞാൻ എത്ര കാലം ഓരോ കൊച്ചു കാര്യങ്ങളിൽ കരഞ്ഞും പെട്ടെന്ന് ദേഷ്യം പിടിച്ചും ബന്ധങ്ങൾ കൊണ്ടുപോയിട്ട് അത് നശിപ്പിച്ചു കളഞ്ഞും നഷ്ടപ്പെടുത്തി കളഞ്ഞും അല്ലെങ്കിൽ പലപ്പോഴും ഒരു വേദനയിൽ കടന്നു പോകപ്പെടുന്ന എൻ്റെ കൗമാരവും യൗവനവും ഒക്കെ എന്തിനാണ്, പകരം എനിക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അത് അവർ കുറച്ചുകൂടി ഓപ്പണായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് തയ്യാറാവുന്നുള്ളത് ശുഭകരമായ നല്ലൊരു കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. മാതാപിതാക്കളുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്താറുണ്ട്. ഉണ്ടെങ്കിൽ അത് വളർന്നു വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ആ ശീലം തുടരുന്നുണ്ടാവുക? നല്ല ക്വസ്റ്റ്യനാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പേരൻസിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ നാച്ചുറലി കിട്ടാനായിട്ട് പല ഗിമ്മിക്സുകളും കുട്ടികൾ തന്നെ ചെയ്യുമല്ലോ. അപ്പോൾ അവർക്ക് ആ സ്നേഹം കിട്ടാൻ വേണ്ടി ഇപ്പോൾ ചിലപ്പോൾ പറ്റാത്ത ചില കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് പറ്റുമെന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഒരു പ്രത്യേക സ്വഭാവം, അമ്മയുടെ അടുത്ത് പ്രത്യേക സ്വഭാവം, അപ്പൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് പപ്പ മതി എന്ന് പറയുന്ന രീതിയിൽ കൊച്ചു കുട്ടികൾ വരെ 5 വയസ്സ് 6 വയസ്സുകളിൽ കൊടുക്കുക അമ്മയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് അമ്മ മതി എന്ന് പറയും. രണ്ടുപേരോടും ഉള്ളപ്പോൾ ആൾ സ്കൂട്ടാവും പ്രത്യേക രീതിയിലേക്ക്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ രണ്ടുപേരോടും മതി, പ്രത്യേകിച്ച് ഈ പേരൻസ് തമ്മിൽ വഴക്കുള്ളൊരു സാഹചര്യം കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. അല്ലാത്ത ഡെഫിനറ്റ്ലി അപ്പനോടും അമ്മയോടും പോയിട്ട് രണ്ടുപേരോടും ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് വളരെ നോർമലായിട്ടുള്ള ഹെൽത്തി ചൈൽഡ് തന്നെയാണ്. പക്ഷേ ഉള്ളിലൊരു കാര്യം വെച്ചിട്ട് പുറമെ ഒരു വഴക്ക് കിട്ടാതിരിക്കാനും അല്ല അടി കിട്ടാതിരിക്കാനും ഇല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലേക്ക് അവരുടെ മുമ്പിൽ ഒരു അംഗീകാരം ചോദിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുന്ന തരത്തിലേക്ക് ഒരു ചെറിയ ചെറിയ നാടകങ്ങൾ ഇവർ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ വലുതാകുമ്പോഴൊരു പീപ്പിൾ പ്ലീസർ ലെവലിലേക്ക് വരുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, പക്ഷേ ഒന്ന് സുഖിപ്പിച്ച് ഇവിടെ ഒന്ന് സുഖിപ്പിച്ച് ഒരു കമൻറ്റ് പറഞ്ഞാൽ പോലും അവരുടെ ഉള്ളിൽ തട്ടിയല്ലത് പറയുക. അപ്പോൾ ഇത് സത്യത്തിൽ അവർക്കും ഗുണമില്ല, കേൾക്കുന്നയാൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പതിയെ അത് മനസ്സിലാക്കിയേക്കും. കാരണം അത് ചിലപ്പോൾ അവർ പറയുന്നത് നമ്മൾ പറയുന്നത് സുഖിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പോകുന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിത്വം, അത് ആ ഒരു വ്യക്തിത്വ ലെവലിലേക്ക് വളർന്നു വരുന്ന പേഴ്സണാലിറ്റി ലെവലിലേക്ക് വളർന്നു വരാനുള്ളതിൻ്റെ അടിസ്ഥാന കാരണം ഇവർ ചെറുപ്പത്തിൽ പലപ്പോഴും പല ഡ്രാമകളും ചെയ്യേണ്ടി വരുന്നു. അവർക്കൊരു കൈഡ് കിട്ടാനോ അവരെ ചേർത്ത് പിടിപ്പിക്കാനോ എന്നുള്ള ഒരു തലമാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കുട്ടിയെ എത്തിക്കുന്നത് ആരാണ്? മാതാപിതാക്കൾ. അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. കാരണം പേരൻറ്റിങ്ങിനെ കുറിച്ച് ഇന്നും കൃത്യമായ സിലബസോട് കൂടിയുള്ള പരിശീലനമില്ല. ഈ ആധുനിക കാലത്ത് എങ്ങനെയാണ് പേരൻറ്റിങ് കൊണ്ടുപോകുന്നുള്ളതിനെക്കുറിച്ചും ഉള്ള പഠനങ്ങൾ നടക്കുന്നുള്ളൂ. കാരണം മൊത്തം കൺഫ്യൂസിങ് ആണ് പലതരത്തിലും. അപ്പോൾ ഇതൊന്നും പഠിക്കാതെ പാവപ്പെട്ട പേരൻസിന് അവരുടെ ഭാഗത്തുള്ള വ്യത്യസ്തമായ എറേഴ്സ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. കുട്ടിയൊന്ന് വളർന്നു വന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാവുക എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ശരിയായ രീതിയിൽ വളർത്താൻ പറ്റുമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല, അവർക്കതിന് പരിശീലനം ഉണ്ടായിരുന്നില്ല. അതുകൂടെ കൊണ്ടാണ് എനിക്ക് ചെറുപ്പത്തിൽ ഒരുപക്ഷെ അവർ എന്നെ കാര്യമായിട്ട് പരിഗണിക്കാതെ എൻ്റെ ആങ്ങളെ കൂടുതൽ പരിഗണിച്ചത്, അല്ലെങ്കിൽ എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലുള്ള റിമാർക്സുകൾ, ഡയലോഗുകളോ അല്ലെങ്കിൽ അത്തരം ആക്ഷൻസ് പോലും വിസിബിളായിട്ട് കാണാത്തത്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഇവർ രണ്ടുപേരും അവരുടെ ജീവിതം നിലനിർത്താൻ വേണ്ടി കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ടാവാം. പക്ഷേ അവരുടെ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ദേഷ്യമുള്ള ഏറ്റുവാങ്ങിയത് കുട്ടിയാകുമ്പോൾ കുട്ടിക്ക് ആ കമ്മ്യൂണിക്കേഷൻ ശരിയായ രീതിയിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിട്ടും ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് മാറാറുണ്ടോ? പല കാരണങ്ങൾ ഇതിലേക്ക് സ്വാധീനിക്കാം. എങ്കിലും കുട്ടിക്കാലത്ത് ഒരു മാറ്റർ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് പലപ്പോഴും ഒരു കണ്ടീഷണൽ ലവ്, അതായത് നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഞങ്ങളുടെ സ്നേഹം ഉണ്ടാവും, അല്ല നീ ഇങ്ങനെയാണെങ്കിൽ ഈ രീതിയിലൊക്കെയാണ് നടക്കുന്നതെങ്കിൽ ഈ രീതിയിലൊക്കെയാണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ സ്നേഹം നിനക്കുണ്ടാവൂ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചില പാറ്റേണിലൂടെ വരുമ്പോൾ മാത്രം ഓക്കെ കൊള്ളാം എന്ന് പറയപ്പെടുന്ന രീതിയിലേക്ക്, അതായത് മിസ്റ്റേക്കുകളെ കാര്യമായിട്ട് ഒരു രീതിയിലും ടോളറേറ്റ് ചെയ്യാത്ത, എല്ലാം നന്നായിരിക്കണം, പക്കയായിരിക്കണം എന്ന രീതിയിലേക്കുള്ള ഒരു പട്ടാളച്ചിട്ടയോ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് പലതും ചെയ്തു വന്നാൽ മാത്രമേ അതിന് തക്ക രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടുള്ളൂ. അപ്പോൾ മാത്രമേ കൊള്ളാം എന്ന് പറയപ്പെടുന്നു എന്ന് പറയുന്നൊരു കക്ഷി വലുതായി വരുമ്പോഴും ആൾ എത്ര ചെയ്താലും ഇത്തിരിയോടെ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ഒരു ഓക്കെ ആവില്ല, അത് ഒരു അംഗീകാരം കിട്ടില്ല, അല്ലെങ്കിൽ അത് ആൾക്ക് തന്നെ അത് സ്വയമേവ തന്നെ ആൾക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു തലത്തിലേക്ക് വരുന്ന ഒരു അനുഭവത്തിലേക്ക് വരാം. അപ്പോൾ ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ കുറവുകളിലും കുറ്റങ്ങളിലും ഒക്കെ ആണെങ്കിൽ പോലും ചേർത്ത് നിർത്തിയിട്ട് സാരമില്ല, നമുക്ക് അടുത്തവണ ശരിയാക്കാം, കുഴപ്പമില്ല എന്ന് പറയപ്പെടുന്ന ഒരാൾ ആ ഒരു പെർഫെക്ഷനിസ്റ്റിൻ്റെ തലത്തിലേക്ക് തന്നെ വരണമെന്നില്ല. പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ താൻ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ആൾക്കതിൽ ഓക്കെ ആവുള്ളൂ. കൊച്ചു ഫെയിലിയേഴ്സോ ഡീവിയേഷൻസോ ഇല്ലാത്ത ലൈഫല്ല നമ്മുടേത്. അത് ഉൾക്കൊള്ളാൻ ഇവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും പല കാര്യങ്ങളും പ്രോപ്പർലി ചെയ്യില്ല.
അല്ലെങ്കിൽ പെർഫെക്റ്റ് ആകാൻ വേണ്ടി കാത്തിരുന്ന് അവരുടെ സ്വപ്നങ്ങളൊന്നും നടപ്പാക്കാതെ പോകുന്നൊരവസ്ഥയും പലപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ ചെയ്താൽ തന്നെ അത് വലിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സെൽഫ് കാര്യമാണ്. സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് അത് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത്. ആൾക്കും ആ ഒരു എനിക്ക് ഇങ്ങനെ തന്നെ ഈ കാര്യങ്ങൾ ഇങ്ങനെ നടക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള കണ്ടീഷനിങ് അവരുടെ ബ്രെയിനിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ചെയ്തു വരുന്ന ഒരു സംഗതി വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നല്ലതല്ലെന്നല്ല, പക്ഷേ എങ്ങനെ പെർഫെക്ഷൻ നോക്കുമ്പോഴും അതിനകത്ത് ഒരു ഇംപെർഫെക്ഷൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഒന്നും ഒരു പൂർണ്ണമായൊരു പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു തലം നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ വളരെ പലതും നമ്മൾ നോക്കുമ്പോൾ ഇത്രയും നല്ലൊരു സാധനമാണ് ഇനിയും മോശമാണെന്ന് പറഞ്ഞിരിക്കുന്നതെന്നായിരിക്കും വേറൊരാളുടെ കാഴ്ചപ്പാട് വരിക. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് ബെറ്റർ അല്ല എന്നൊരു തോന്നൽ വരുന്നതുകൊണ്ട് തന്നെ ഇത് ആൾ ആ പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് പലപ്പോഴും അത് പല കാര്യങ്ങളും മാറ്റിവെക്കപ്പെടുകയോ നടപ്പാക്കപ്പെടാതെ പോവുകയോ ചെയ്യുന്നതാണ് ഒരു അനുഭവമായിട്ട് വരിക. ബാല്യകാലത്ത് ഉണ്ടാകുന്ന ട്രോമകൾ പിന്നീട് ഉണ്ടാകുന്ന പ്രണയബന്ധങ്ങൾ എങ്ങനെയായിരിക്കും ബാധിക്കുന്നുണ്ടാവുക? പല കപ്പിൾസിൻ്റെ ഇടയിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണത്. ഇവർക്ക് വലുതാകുമ്പോൾ റിലേഷൻഷിപ്പുകളിലെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. ചെറുപ്പത്തിൽ അവരുടെ വേദനകൾ നിറഞ്ഞ ബാല്യകൗമാരങ്ങൾ അത് പൂർണ്ണമായിട്ട് ഹീലാക്കപ്പെട്ടില്ലെങ്കിൽ യുവത്വത്തിലേക്ക് വരുമ്പോഴും സൗഹൃദങ്ങളിൽ ഇത് തീർച്ചയായിട്ടും ഇത് വരും. ട്രസ്റ്റ് ചെയ്യാൻ ആരെയും പറ്റുന്നില്ല എന്നൊരവസ്ഥയാണ് ഏറ്റവും അധികം വരിക. ആദ്യമൊക്കെ നല്ല ട്രസ്റ്റാന്ന് പറഞ്ഞാലും കൻ ഐ ട്രസ്റ്റ് യു, ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ നീ ഇത്ര ദിവസം എന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ആരെയും വിശ്വസിച്ചത് ഞാൻ അല്പം നിന്നെ മാറ്റി നിർത്തുള്ളൂ, കാരണം എനിക്ക് ആരെയും വിശ്വസിക്കരുതെന്നാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതെന്നൊക്കെയുള്ള തരത്തിലേക്ക് വരുമ്പോൾ മറ്റേ ആൾ തകർന്നു പോകും. പലപ്പോഴും ഈ അറ്റാച്ച്മെൻറ്റിലേക്ക് വരുമ്പോൾ അത് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. എത്രമാത്രം സ്നേഹിച്ചാലും ഇന്നലെ വലിയ ചിലവൊക്കെ ചെയ്തതാണ്, പുതിയ ഡ്രസ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചു കൊടുത്താണ്, പക്ഷേ ഇന്ന് കാണുമ്പോൾ അതുമായിട്ടൊന്നും ഒരു കണക്ഷനില്ല. അതൊക്കെ ഡ്രസ്സിൻ്റെ കാര്യം, ഫുഡിൻ്റെ കാര്യം, പക്ഷേ ഞാൻ നിന്നുള്ള സ്നേഹം കൊണ്ട് തന്നെയല്ലേ ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കമൻറ്റ് വരുന്നുണ്ടെങ്കിലും അത് നിനക്കും കഴിക്കണമായിരുന്നു. എന്താ വെച്ചാൽ മറ്റേ ആളുടെ എഫേർട്ടിനെ പോലും പലപ്പോഴും വില കുറച്ച് കാണുന്ന രീതിയിലേക്ക്, ആ ബന്ധത്തിനൊരു വാല്യൂ കൊടുക്കാത്ത രീതിയിലേക്ക് പലപ്പോഴും പെരുമാറിപ്പോകുന്നത്. സ്നേഹത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും സംശയം വരാറുണ്ട്. സംശയങ്ങൾ വരുന്നത് അത് തന്നെയാണ് ട്രസ്റ്റ് ഇഷ്യൂ. ഞാൻ പറഞ്ഞ സംശയത്തിന്റെ തലങ്ങൾ വരും. അറ്റാച്ച്മെന്റ് പലപ്പോഴും അറ്റാച്ച്മെന്റിന്റെ തലന്ന് വരുമ്പോഴേക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടതിന് പകരം അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലും അതത്ര പൂർണ്ണമായിട്ടൊരു അളവിലേക്കൊരു സമർപ്പണം അതിനകത്ത് ഉണ്ടാവണമെന്നില്ല. സംശയത്തിലൂടെ കടന്നു പോകുന്ന ബന്ധത്തിൽ എപ്പോഴും കോൺഫ്ലിക്ട്സുകൾ വന്നുകൊണ്ടിരിക്കും. ആ ഫിയർ, ആൻസൈറ്റി ഒക്കെ സത്യത്തിൽ ബാല്യകാലത്തുണ്ടായ അല്ലെങ്കിൽ അവരുടെ വളർച്ചയിലുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളുടെ ഒരു എക്സ്റ്റൻഷനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബാല്യകാല അനുഭവങ്ങൾ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൽ സെൽഫ് അവയർനെസ് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഈ സെൽഫ് അവയർനെസ് ആണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നിർണ്ണയിക്കുന്ന അടിസ്ഥാന കാര്യം. ഞാൻ ആരാണ്, എൻ്റെ ശക്തികൾ എന്താണ്, എൻ്റെ ദൗർബല്യങ്ങൾ എന്താണ്. ഈവൻ വലുതാകുമ്പോൾ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, എൻ്റെ പാസ്റ്റ് എങ്ങനത്തെയാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ കടന്നു പോയത്. ആ ബുദ്ധിമുട്ടുകൾ എന്നെ ഇന്നും വിടാതെ പിന്തുടരുന്നുണ്ട്. എൻ്റെ പല വീഴ്ചകളിലും, എൻ്റെ പല പതർച്ചകളിലും, അല്ലെങ്കിൽ എൻ്റെ പല ദുഃഖങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ പാസ്റ്റും കൂടെ ഇൻവോൾവ് ആണ്. ആ പാസ്റ്റിനെ മാത്രം വഴിചാരിയിരിക്കുന്നതിന് പകരം ഇന്നത്തെ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇനി മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ ഞാൻ എൻ്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, എൻ്റെ സാധ്യതകളെ ഞാൻ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, എൻ്റെ കുറവുകളെ എങ്ങനെയാണ് ഞാൻ പരിഹരിക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത നമുക്ക് നൽകുന്നതാണ് സെൽഫ് അവെയർനെസ്. പഴയതിനെ ഓർത്ത് പഴി ചാരിക്കൊണ്ടിരിക്കുന്നത് സെൽഫ് അവെയർനെസ് അല്ല, അത് നമ്മൾ ബ്ലെയിമിങ് ബിഹേവിയറാണ്. ഓക്കെ, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോകാൻ കാരണം എൻ്റെ മാതാപിതാക്കളാണ്, എൻ്റെ പാസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ പല ആൾക്കാരും നിന്ന് പോകുന്നത്. പകരം റിയലൈസ് ചെയ്യണം, ഇന്നലകൾ എങ്ങനെയാണെങ്കിലും ഇന്ന് ഞാൻ എന്നിൽ തിരുത്താൻ ഉള്ള സ്റ്റെപ്പുകൾ ആരംഭിച്ചാൽ തിരുത്തലുകൾ സാധ്യമാണ്. അതിനുവേണ്ട പരിശീലനങ്ങൾ എടുക്കണം, തെറപ്പി എടുക്കേണ്ടതെടുക്കണം, സപ്പോർട്ട് എടുക്കണം. കാരണം എൻ്റെ എഫേർട്ടുകളിൽ നിന്നാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രകളെല്ലാം. ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ റിസൾട്ട്സ്. ഇങ്ങനെ ഒരു തിരിച്ചറിവാണ് സത്യത്തിൽ, ആ സെൽഫ് അവയർനെസ്സിൽ ഊന്നിയുള്ള തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്. WHO തന്നെ പ്രത്യേകിച്ചും ടീനേജേഴ്സിന് അവർ യൂത്ത്ഹുഡിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം അവർ മനസ്സിലാക്കിയിരിക്കണം, പഠിക്കണമെന്നും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പഠനങ്ങളിൽ വരുന്നത് തന്നെ സ്വയാവബോധമാണ്, അഥവാ സെൽഫ് അവെയർനെസ് ആണ്. ബാല്യകാലത്തിലെ ട്രോമകൾ മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സാറിന് കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും? ഏകദേശം നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. അവരുടെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് അവർ തിരിച്ചറിയണം. നമ്മുടെ പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്താണ്? എനിക്ക് സങ്കടങ്ങളാണോ, ദേഷ്യങ്ങളാണോ, എന്നെ ആർക്കും വേണ്ട എന്ന രീതിയിലുള്ള ഭാവങ്ങളാണോ, എന്ത് കാര്യത്തിൽ ചെയ്യുമ്പോഴും ഒരു ഭയം ഉള്ളിൽ നിൽക്കുകയാണോ, സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിതത്തെ അല്പം കൂടെ നമുക്ക് ഏറ്റവും വിജയത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവിടെയൊക്കെ വരുമ്പോഴേക്കും എൻ്റെ ഇന്നലകൾ എന്നെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ട്, പലതും എന്നെ ഹോണ്ട് ചെയ്യുന്നതായിട്ട്, എന്നെ പിന്തുടരുന്നു, എന്നെ വിടുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാനായിട്ട്
സ്വമേധയാ ഞാൻ തന്നെ സ്റ്റെപ്പ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ആദ്യ തലം. അതിനുവേണ്ടി സ്വാഭാവികമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടേതായ രീതികളൊക്കെ നോക്കിയിട്ടും അത് ഫലവത്താകുന്നില്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ള കാര്യം. അതാണ് ലൈസൻസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിനെയൊക്കെ ഇതൊക്കെ പല കാറ്റഗറിയിലാണ് കേട്ടോ. സൈക്കോളജിയിൽ തന്നെ നമുക്കൊരു എപ്പിസോഡ് വരുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെങ്കിൽ പോലും അങ്ങനെ കൃത്യമായിട്ട് മനഃശാസ്ത്ര വിദഗ്ധരുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പീസും പേഴ്സണൽ മെൻറ്ററിങ്ങും ഒക്കെ എടുത്ത് ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ, ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നതാണ് അവർ ചെയ്യേണ്ടത്. ഇന്നലകൾ എങ്ങനെ തന്നെയാണെങ്കിലും ഇന്നത്തെ നമ്മുടെ തീരുമാനം നമ്മുടെ നാളത്തെ സുന്ദരമായൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും. ബാല്യകാലത്തെ മുറികൾ ഉണങ്ങാത്ത പലരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർ എന്തുകൊണ്ടും നല്ലൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അല്ലേ സാർ? തീർച്ചയായിട്ടും നമ്മുടെ ഇന്നലകളൊന്നും നമ്മുടെ ഇന്നിനെ നശിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ഇന്നിൽ നമ്മൾ ചില ആക്ഷൻസ് എടുക്കണം നാളുകൾ ബെറ്ററാകാൻ. ഇന്നലകൾ, ഇന്നുകൾ, നാളുകൾ, ഈ 3 കാര്യങ്ങളും ചേർത്തിട്ടാണ് നമ്മുടെ ജീവിതം. പക്ഷെ ഇന്നെടുക്കുന്ന ആക്ഷൻസാണ് നമ്മുടെ ജീവിതത്തെ പടുത്തു വരുന്നത്. ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഒന്നും അവസാനിക്കാൻ പാടില്ല. അവസാനിക്കാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. അതെ, നമ്മുടെ പാസ്റ്റ് നമ്മുടെ പ്രസന്റിനെ ബാധിക്കാതിരിക്കാൻ ചില സ്റ്റെപ്പുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. ആ സ്റ്റെപ്പുകൾ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് യു.